പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നെനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം നല്ലതിനെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ അടിത്തറയാകേണ്ട ഒന്നാണ്. സർവവും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം എന്ന വചനം വെറുമൊരു ഉപദേശമല്ല, മറിച്ച് പതറിപ്പോകാൻ സാധ്യതയുള്ള ഈ ലോകത്തിൽ നമുക്കുള്ള ദിശാസൂചികയാണ്. നാം എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി നാം എന്തിനെ ഹൃദയത്തോട് ചേർക്കുന്നു എന്നതാണ് നമ്മുടെ ആത്മീയതയെ നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നന്മയെ തിരിച്ചറിയാനും ആ നല്ലതിനെ മുറുകെ പിടിക്കാനും നമുക്ക് സാധിക്കണം. ശോധന അഥവാ വിവേചനം കൂടാതെ നന്മയെ തിരിച്ചറിയാനാവില്ല എന്നതാണ് പൗലോസ് ശ്ലീഹ നൽകുന്ന ഒന്നാമത്തെ പാഠം. നാം ജീവിക്കുന്ന ഈ ലോകം ആശയങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഒരു മഹാസമുദ്രമാണ്. അവിടെ സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. കണ്ണിൽ കാണുന്നതെല്ലാം നന്മയാകണമെന്നില്ല. അതുകൊണ്ട് ഓരോ കാര്യത്തെയും വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കണം. ശോധനയില്ലാത്ത വിശ്വാസം നമ്മെ വഴിതെറ്റിച്ചേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ വിവേചിച്ചറിഞ്ഞ് ദൈവഹിതമായ ആ നല്ലതിനെ മുറുകെ പിടിക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ചിന്തയും ദൈവവചനത്തിന്റെ ഉരകല്ലിൽ ഉരച്ചു നോക്കി മാറ്റു തെളിയുന്ന ആ നല്ലതിനെ മുറുകെ പിടിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കള്ളപ്രവാചകന്മാരെ കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആട്ടിൻതോലിട്ട ചെന്നാക്കളെപ്പോലെ തിന്മ പലപ്പോഴും നന്മയുടെ വേഷത്തിൽ കടന്നുവരാം. ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ ജാഗ്രത ആവശ്യമായി വരുന്നത്. യോഹന്നാൻ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ എല്ലാ ആത്മാക്കളെയും അന്ധമായി വിശ്വസിക്കാതെ അവ ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിക്കണം. പുറമെയുള്ള മോടികളിലോ താൽക്കാലിക ലാഭങ്ങളിലോ മയങ്ങിപ്പോകാതെ ആത്മീയമായി നമ്മെ വളർത്തുന്ന ആ നല്ലതിനെ മുറുകെ പിടിക്കണം. ലോകം നൽകുന്ന വാഗ്ദാനങ്ങളെക്കാൾ ക്രിസ്തു നൽകുന്ന നിത്യജീവനിലേക്ക് വഴി നടത്തുന്ന ആ നല്ലതിനെ മുറുകെ പിടിക്കണം. സഭാപിതാവായ വിശുദ്ധ ഇസഹാക്ക് പതിപ്പിക്കുന്നത് നന്മയുടെ പാതയിൽ സഞ്ചരിക്കുന്നവൻ മൗനത്തിൽ ദൈവത്തെ തേടണമെന്നാണ്. ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ നന്മയുടെ ആ ചെറിയ സ്വരം കേൾക്കണമെങ്കിൽ മനസ്സ് നിർമ്മലമായിരിക്കണം. തിന്മ എപ്പോഴും വലിയ ആകർഷണീയതയോടെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. എന്നാൽ നന്മ പലപ്പോഴും ലളിതമായിരിക്കും. ആ ലാളിത്യത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവകൃപയെ തിരിച്ചറിഞ്ഞ് ആ നല്ലതിനെ മുറുകെ പിടിക്കണം. പ്രലോഭനങ്ങളുടെ കാറ്റിൽ ഉലയാതെ നിൽക്കാൻ മനസ്സാക്ഷി സാക്ഷ്യം നൽകുന്ന ആ നല്ലതിനെ മുറുകെ പിടിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് നാം മുറുകെ പിടിക്കേണ്ട നന്മ? പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും മറ്റുള്ളവർ നമ്മെ വേദനിപ്പിക്കുമ്പോഴും ഈ ഗുണങ്ങളെ ഉപേക്ഷിക്കാൻ നാം പ്രേരിതരായേക്കാം. എന്നാൽ ആ പ്രതികൂല സാഹചര്യങ്ങളിലും ആത്മീയ ഫലങ്ങളാകുന്ന ആ നല്ലതിനെ മുറുകെ പിടിക്കണം. ലോകം വെറുപ്പ് വിതയ്ക്കുമ്പോൾ സ്നേഹമാകുന്ന ആ നല്ലതിനെ മുറുകെ പിടിക്കണം. വിശുദ്ധ എഫ്രേം പിതാവ് പറഞ്ഞതുപോലെ ദൈവവചനം ഒരു ആഴമുള്ള സമുദ്രമാണ്. അതിൽ ആഴ്ന്നിറങ്ങുന്നവന് മാത്രമേ യഥാർത്ഥ മുത്തുകൾ ലഭിക്കൂ. വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ജീവന്റെ ഉറവ തേടലാണ്. ആ ഉറവയിൽ നിന്ന് ലഭിക്കുന്ന വിശുദ്ധിയെ നമ്മുടെ ആയുഷ്കാലം മുഴുവൻ മുറുകെ പിടിക്കണം. നന്മ ചെയ്യുന്നത് അത്ര എളുപ്പമല്ലായിരിക്കാം, പക്ഷെ അത് നൽകുന്ന പ്രതിഫലം നിത്യമായ ദൈവരാജ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയുടെ വിത്തുകൾ ഹൃദയത്തിൽ പാകി ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ നല്ലതിനെ മുറുകെ പിടിക്കാം. സഹോദരങ്ങളെ, എങ്ങനെയാണ് നാം ഈ നന്മയെ മുറുകെ പിടിക്കുന്നത്? അതിന് 4 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്നാമതായി, ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി കാണുക. വചനമല്ലാത്ത എന്തിനേയും സംശയത്തോടെ കാണാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി, ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള ഒരു സംഭാഷണമാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ നേരിടാൻ വചനം കൊണ്ടുള്ള ആയുധവും പ്രാർത്ഥന കൊണ്ടുള്ള പ്രതിരോധവും അത്യാവശ്യമാണ്. മൂന്നാമതായി, സഭയുടെ കൂദാശകളിൽ പങ്കുചേരുക. വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ആത്മീയ ശക്തിയുടെ കേന്ദ്രം. നാലാമതായി, സത്യത്തിലും നീതിയിലും ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ ധാരാളം പരീക്ഷകൾ വരും. ആ സമയത്ത് നാം തളർന്നു പോകരുത്. ദേഷ്യം വരുമ്പോൾ,
പ്രതികാരം ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ ക്ഷമയെ മുറുകെ പിടിക്കുക. അന്യായമായി ലാഭമുണ്ടാക്കാൻ അവസരം വരുമ്പോൾ സത്യസന്ധയെ മുറുകെ പിടിക്കുക. ആരെങ്കിലും നമ്മെ വ്രണപ്പെടുത്തുമ്പോൾ പകയ്ക്കു പകരം സ്നേഹത്തെ മുറുകെ പിടിക്കുക. ഇവയൊന്നും എളുപ്പമല്ല. എന്നാൽ ഈ പോരാട്ടത്തിലാണ് ഒരു ക്രിസ്ത്യാനിയുടെ മഹിമയിരിക്കുന്നത്. ലോകം നൽകുന്ന സുഖങ്ങളും സന്തോഷങ്ങളും താൽക്കാലികമാണ്. എന്നാൽ ദൈവം നൽകുന്ന സമാധാനം ശാശ്വതമാണ്. നാം തിരയേണ്ടത് ആ ശാശ്വതമായ നന്മയെയാണ്. അവസാനമായി നമുക്ക് ഓർക്കാം, നല്ലതിനെ മുറുകെ പിടിക്കുക എന്നാൽ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ്. അവിടുത്തെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും പൊതിയട്ടെ. അവിടുത്തെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നട്ടെ. പിതാവായ ദൈവം നമുക്ക് വിവേചന ബുദ്ധി നൽകട്ടെ. പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാത തെളിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നന്മയുടെ വിത്തുകൾ പാകി അത് വളർത്തട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ജയ് ക്രൈസ്റ്റ്.